പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഒരു ദിനം നൽകി അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നുണ്ടല്ലോ ഈശോയോട് താഴ്മയോടെ വർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താഴ്മയോടെ, എളിമയോടെ ഈശോയുടെ മുന്നിൽ ഈശോയെ ഞാനൊന്നുമല്ല, അങ്ങ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, അഹങ്കരിക്കാനുമില്ല, പറയാനുമില്ല, പൊങ്ങച്ചം കാണിക്കാനുമില്ല, ഒന്നുമില്ല. അങ്ങാണ് എൻ്റെ അഭിമാനം, അങ്ങാണ് എൻ്റെ കരുത്ത്, അങ്ങാണ് എൻ്റെ ബലമെന്ന് ഈശോയോട് പറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താഴ്മയോടൊരു പ്രാർത്ഥന സങ്കീർത്തനങ്ങളിലുണ്ട്. സങ്കീർത്തനം 40:17 ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്, എൻ്റെ ദൈവമേ വൈകരുതേ. ഇന്ന് ഈ പ്രാർത്ഥന ചങ്കിനകത്ത് വേണം. എങ്ങനെയാ തുടങ്ങുന്നേ? ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ചിലർ ഭൗതിക മേഖലകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാകാം, ചിലർ മാനസിക മേഖലകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കടബാധ്യതയിൽ ഉഴലുന്നവരെയൊക്കെ നമുക്ക് ഈശോയിലേക്ക് സമർപ്പിക്കാം. കടങ്ങൾ ഇളച്ചു നൽകണമേ ഈശോയെ എന്ന് യാചിക്കാം. അതോടൊപ്പം തന്നെ സ്നേഹം കിട്ടാതെ വല്ലാതെ ഒറ്റപ്പെടുന്ന ഏകാന്തതയിൽ ജീവിക്കുന്ന ഒത്തിരി പേര് ഈ ഭൂമിയിലുണ്ട്. ഭർത്താവുണ്ടായിട്ടും ഭാര്യയുണ്ടായിട്ടും മക്കളുണ്ടായിട്ടും ആരും തിരിഞ്ഞു നോക്കാതെ, സ്നേഹം കിട്ടാതെ വല്ലാതെ തകർന്ന വ്യക്തികളൊക്കെ ഭൂമിയിലുണ്ട്. ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. കുടുംബത്തിൽ സ്നേഹം കിട്ടാതെ വരുമ്പോൾ പുറമേയുള്ള അഴുക്കുള്ള സ്നേഹത്തെ തേടിപ്പോകുന്ന യുവതി യുവാക്കളും കുഞ്ഞുമക്കളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. വൃദ്ധരായി കഴിയുമ്പോൾ മാതാപിതാക്കളെ തെരുവുകളിലും വൃദ്ധസദനങ്ങളിലും തള്ളിക്കളയുന്ന മക്കളും ഇന്നത്തെ കാലത്തിൻ്റെ വാർത്തകളാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? കർത്താവേ കരുതണേ, കർത്താവേ ഞാൻ ദരിദ്രനും, കർത്താവേ ഞാൻ പാവപ്പെട്ടവനുമാണ്, കർത്താവേ അങ്ങനെ കരുതണേന്ന് യാചിക്കണം. എൻ്റെ സഹായകനാണങ്ങ്, എൻ്റെ വിമോചകനാണങ്ങ്, എൻ്റെ ദൈവമേ വൈകരുതേ. അങ്ങനെ കർത്താവിൻ്റെ മുന്നിൽ എളിമയോടെ, ശാന്തതയോടെ, താഴ്മയോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എന്നെ കരുതണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.